അതിൽ തുടരുത്, അവിടെ പോകരുത്, ഇവിടെ വരരുത്, ആ വെള്ളം കുടിക്കരുത്, അവിടെ ഇരിക്കരുത്, ഇവിടെ വരരുത്, അതെടുക്കരുത്, എൻ്റെ സാധനങ്ങൾ തുടരുത്, ഇതിമ തുടരുത്, എൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കരുത്, എൻ്റെ മൊബൈൽ ഉപയോഗിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ സംസാരിക്കാൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് അറിയോ? ഡോണ്ട്. എന്താ ഉപയോഗിക്കുന്നത്? ഡോണ്ട്. ഡോണ്ട് പ്ലസ് വെർബ്. എന്താണ്? ഡോണ്ട് പ്ലസ് വെർബ്. ഡോണ്ടിൻ്റെ കൂടെ വെർബ് ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥം? ചെയ്യരുത്. എന്താണ്? ചെയ്യരുത്, ചെയ്യരുത്. നിങ്ങൾ ഏതാണോ വെർബ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മീനിങ്ങിൽ മാറ്റം വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പക്ഷേ ഡോണ്ട് ആദ്യം വരണം. ഡോണ്ട് പ്ലസ് വെർബ്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഗോ ദെയർ. ഡോണ്ട് ഗോ ദെയർ, അവിടെ പോകരുത്. ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ. ഓക്കെ, ഡോണ്ട് ഗോ ദെയർ, അവിടെ പോകരുത്. ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത്. ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത്. ഡോണ്ട് സിറ്റ് വിത്ത് മീ, എൻ്റെ അടുത്ത് ഇരിക്കരുത്, എൻ്റെ കൂടെ ഇരിക്കരുത്. ഡോണ്ട് സിറ്റ് വിത്ത് മീ. ഡോണ്ട് ടച്ച് ഇറ്റ്, അതിമ തുടരുത്. ഡോണ്ട് ടച്ച് ഇറ്റ്, അതിമ തുടരുത്. ഡോണ്ട് ടേക്ക് മൈ തിങ്സ്, എൻ്റെ സാധനങ്ങൾ എടുക്കരുത്. ഡോണ്ട് ടേക്ക് മൈ തിങ്സ്, എൻ്റെ സാധനങ്ങൾ എടുക്കരുത്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ്. പ്ലീസ് ചേർത്തു. പ്ലീസ് ചേർത്തോട് കൂടി എന്തായി? റിക്വസ്റ്റ്. എന്താണ്? റിക്വസ്റ്റായി. പ്ലീസ് എന്ന് വെച്ചാൽ ഇതിനൊക്കെ മുന്നേ നിങ്ങൾ പ്ലീസ് ചേർക്കുകയാണെങ്കിൽ എന്തായി? അത് റിക്വസ്റ്റായി. പ്ലീസ് എന്ന വേർഡ് മാത്രം ചേർത്തുകൊണ്ട് കാര്യമില്ല. ആ പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ കൂടി നമ്മൾ നോക്കണം. ഓക്കെ, എക്സ്പ്രഷനും അങ്ങനെ ആയിരിക്കണം. പ്ലീസ്, പ്ലീസ് ഡോണ്ട് ടച്ച് ദാറ്റ്. പ്ലീസ് ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത്. അപ്പോൾ നിങ്ങൾ പറയാണ് പ്ലീസ് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ എക്സ്പ്രഷൻ വേറെ ആണെങ്കിലോ പറയാം പ്ലീസ് ഡോണ്ട് കം ഹിയർ. ഇതെന്തായി? ഇത് റിക്വസ്റ്റ് ആയ വേർഡ് എന്താണ്? പ്ലീസ് ചേർത്തു, പക്ഷേ റിക്വസ്റ്റ് ആയില്ല. അതിൻ്റെ കാരണം എക്സ്പ്രഷനാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനിൽ മോർ ദാൻ 60% എന്താണ്? ബോഡി ലാംഗ്വേജാണ്. കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കാനുള്ള കാരണം കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പാർട്ട് എന്താണ്? ബോഡി ലാംഗ്വേജാണ്, നമ്മുടെ എക്സ്പ്രഷനാണ്. നമ്മുടെ എക്സ്പ്രഷൻ കറക്റ്റ് അല്ലെങ്കിൽ നോബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ആർക്കും മനസ്സിലാവില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, സോ എന്താണ്? ഡോണ്ടിൻ്റെ കൂടെ പ്ലീസ് ചേർത്താൽ റിക്വസ്റ്റ് ആയി. ക്ലിയർ? സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോണ്ട് മേക്ക് എ നോയ്സ്. ഡോണ്ട് മേക്ക് എ നോയ്സ്, ശബ്ദമുണ്ടാക്കരുത്. അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഓരോ സെൻറ്റൻസ് പറയാം. ഡോണ്ട് ഗോ ദെയർ, ഡോണ്ട് ലുക്ക് ദെയർ, ഡോണ്ട് കം ഹിയർ, ഡോണ്ട് സിറ്റ് ദെയർ, ഡോണ്ട് ഗോ ദെയർ, ഡോണ്ട് ടച്ച് ഇറ്റ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, പറഞ്ഞ് ഒരു എന്താ പ്രാക്ടീസ് ആക്കാം. ബിക്കോസ് അതുകൊണ്ടൊരു മഹാൻ പറഞ്ഞത് ദ മോർ യു പ്രാക്ടീസ് ദ മോർ യു ഇംപ്രൂവ്. എന്താണ്? ദ മോർ യു പ്രാക്ടീസ് ദ മോർ യു ഇംപ്രൂവ്. നിങ്ങൾ എത്രയാണോ ഇമ്പ്രൂവ് ചെയ്യുന്നത്, നിങ്ങൾ എത്രയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളിൽ വരും. ഓക്കെ, സോ എന്ന് പറഞ്ഞ് ഡോണ്ടിന് കൂടെ വെർബ് ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥം? ചെയ്യരുത്. എന്താണ്? ചെയ്യരുത്. ഇനി നമ്മൾ പറയുകയാണ് ഡോണ്ട് ഗോ ദെയർ, അവിടെ പോകരുത്, അവിടെ പോകരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡോണ്ട് ഉപയോഗിച്ചാൽ ഈ ഡോണ്ടിനെ എടുത്ത് കളഞ്ഞാൽ എന്ന് പറയാം. ഓക്കെ, ഡോണ്ട് ഇറേസ് ദാറ്റ്. ഡോണ്ട് എടുത്ത് കളഞ്ഞാൽ എന്തായി? ഗോ ദെയർ എന്നായി, പോവുക എന്നായി. പോവും എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ പറയണം. ഗോ ദെയർ, അവിടെ പോവും. ഡോണ്ട് ഗോ ദെയർ, അവിടെ പോകരുത്. കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ എന്നായി. ഓക്കെ, കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ. ഇവിടെ വരരുത് എന്ന് പറയാം. ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത്. ഡോണ്ട് കം ഹിയർ. ഓക്കെ, കം ടു മീ എന്ന് പറയാം. കം ടു മീ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് വരൂ. കം ടു മീ, എന്നിലേക്ക് വരൂ. എന്നിലേക്ക് വരരുത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയാം. ഡോണ്ട് കം ടു മീ. എന്താണ്? ഡോണ്ട് കം ടു മീ. ഡോണ്ട് കം ടു മീ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്താണ് ഈ ഡോണ്ടിൻ്റെ മുന്നേ നമ്മൾ സബ്ജക്റ്റ് ചേർക്കുകയാണെങ്കിൽ, സബ്ജക്റ്റ് ഏതെങ്കിലും ഐ, യു, ഹി, ഷി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ ചെയ്യാറില്ല, അവൻക്ക് ചെയ്യുന്ന ശീലമില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യുന്ന ശീലമില്ല, ഞാൻ ചെയ്യാറില്ല
എന്നൊക്കെ അർത്ഥം. അവൾ ചെയ്യാറില്ല, ചെയ്യാറില്ല എന്നർത്ഥം. എന്താണ് ചെയ്യാറില്ല? ഡോണ്ട് മാത്രമാണെങ്കിലോ ആദ്യം നമ്മൾ ഡോണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായി? ചെയ്യരുത് എന്നായി. എന്താണ് ചെയ്യരുത്. പക്ഷേ ഡോണ്ടിൻ്റെ മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചെയ്യാറില്ല, ചെയ്യുന്ന പതിവില്ല, ചെയ്യുന്ന ശീലമില്ല. ഓക്കെ, അതിനാണ് എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരങ്ങളിൽ കളിക്കാറില്ല. ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്. ഞാൻ അതിരാവിലെ എണീക്കാറില്ല. ഐ ഡോണ്ട് ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. ഐ ഡോണ്ട് ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല. എന്താണ്? ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല. അപ്പം ഞാൻ ചെയ്യാറില്ല, അവൻ ചെയ്യാറില്ല, ഇതിനെ കാണിക്കാൻ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ പുകവലിക്കാറില്ല. ഞാൻ പുകവലിക്കാറില്ല എന്ന് പറയാം. ഐ ഡോണ്ട് സ്മോക്ക്. ഐ ഡോണ്ട് സ്മോക്ക്. ക്ലിയർ? ഞാൻ ബൈക്ക് ഓടിക്കാറില്ല. ബൈക്ക് ഓടിക്കാറില്ല. ഐ ഡോണ്ട് റൈഡ്. ഐ ഡോണ്ട് റൈഡ് ദ ബൈക്ക്. ഐ ഡോണ്ട് റൈഡ് ദ ബൈക്ക്. നെക്സ്റ്റ് വി ഡോണ്ട് ഗോ ദെയർ. ഞങ്ങൾ അവിടെ പോവാറില്ല. വി ഡോണ്ട് ഗോ ദെയർ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട്, നമുക്ക് അവിടെ പോയാലോ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് വി ഡോണ്ട് ഗോ ദെയർ. ഞങ്ങൾ അവിടെ പോവാറില്ല. വി ഡോണ്ട് ഗോ ദെയർ. നെക്സ്റ്റ്, ഹീ ഡസൻറ്റ് റീഡ് ബുക്സ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് എന്തുകൊണ്ടാണ് വന്നത്? അതിൻ്റെ കൂടെ ഡോണ്ടാണ് വരിക, വീൻ്റെ കൂടെ ഡോണ്ടാണ് വരിക. കാരണം പ്ലൂറൽ ഫോം. എന്താണ് പ്ലൂറൽ ഫോം? പ്ലൂറലിൻ്റെ കൂടെ എപ്പോഴും എന്താ പറയുക? ഡോണ്ട്. എന്താണ്? ഡോണ്ട് ഉപയോഗിക്കണം. പ്ലൂറൽ ഡോണ്ട്. ഇനി സിംഗുലർ ആണെങ്കിലോ? സിംഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം ഡസൻറ്റ്. ഉപയോഗിക്കണം ഡസൻറ്റ്. ഓക്കെ, ഡസൻറ്റ്. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, സിംഗിൾ പേഴ്സൺ, ഒരാളല്ലേ. ഒരാളാകുമ്പോൾ എന്ത് ചെയ്യും? ഡസൻറ്റ് ഉപയോഗിക്കും. ഹീ ഡസൻറ്റ് റീഡ് ബുക്സ്. അവൻ ബുക്സ് വായിക്കാറില്ല. അവൻ ബുക്സ് വായിക്കാറില്ല. ഷീ ഡസൻറ്റ് നോ എനിത്തിങ്. അവൾക്കൊന്നും അറിയില്ല. ഷീ ഡസൻറ്റ് നോ എനിത്തിങ്. അവൾക്ക് ഒന്നും അറിയില്ല. ഓക്കെ, ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ഷീ ഡസൻറ്റ് നോ എനിത്തിങ്. കാരണം ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഷീ ഡസൻറ്റ് നോ എനിത്തിങ്. ഹീ ഡസൻറ്റ് നോ എനിത്തിങ്. ഐ ഡോണ്ട് നോ എനിത്തിങ്. ഓക്കെ, എനിക്കൊന്നും അറിയില്ല, അവൾക്കൊന്നും അറിയില്ല, അവൻക്കൊന്നും അറിയില്ല. ക്ലിയർ? ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇത് വർക്ക് ചെയ്യാറില്ല. ഇത് വർക്ക് ചെയ്യാറില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫാനുണ്ട്, ഫാൻ. ഓക്കെ, ഫാൻ കറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പറയാം ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇറ്റ് ഡസൻറ്റ് വർക്ക്. ക്ലിയർ? എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇറ്റ് ഡസൻറ്റ് വർക്ക്. എന്നാണ്? ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇത് വർക്ക് ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഇത് കേടുവന്ന് നടത്തും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് എവറിബഡി ഹാസ് അണ്ടർസ്റ്റുഡ് ടുഡേസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഡോണ്ട് കം ഹിയർ, ഡോണ്ട് ഗോ ദെയർ, ഡോണ്ട് ടേക്ക് ദാറ്റ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. പ്രാക്ടീസ് യുവർ സെൽഫ്. സ്വന്തം പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ? സ്പീക്ക് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഡോണ്ട് സിറ്റ് ഹിയർ, ഡോണ്ട് ടേക്ക് ദാറ്റ്. ഓക്കെ, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി. അവസരം ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, please subscribe to my channel, like the video and share my video to your friends. Thank you everyone.